Hey everyone, it's me Helena. സോ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഇത് നഴ്സിംഗ് പഠിക്കാൻ പോണ പിള്ളേരും ഒപ്പം അഡ്മിഷൻ എടുത്തിരിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയൊരു വീഡിയോ ആണ്. സോ നമ്മൾ നഴ്സിംഗിന് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ട്. നമുക്ക് കുറേ അസൈൻമെൻറ്റ്സ് ഉണ്ടാവും, കുറേ ക്ലിനിക്കൽ അവേഴ്സ് ഉണ്ട്, അപ്പം കുറേ ടൈംസ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ക്യാരി ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മെയിൻ സംഭവങ്ങൾ എന്ന് പറയാൻ വേണ്ടി എടുത്തൊരു ചെറിയൊരു വീഡിയോ ആണ്. സോ ഈ വീഡിയോയിൽ ഫസ്റ്റ് നമുക്ക് ആസ് എ നഴ്സിംഗ് സ്റ്റുഡൻറ്റ് നമുക്ക് കുറേ അസൈൻമെൻറ്റ്സ് ഉണ്ട്, കുറേ കേസ് സ്റ്റഡീസ് ഉണ്ട്, കെയർ പ്ലാൻസ് ഉണ്ട്, ഒരുപാട് എഴുതാറുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഒരു A4 ഷീറ്റ് ബണ്ടിൽ അത് ഇപ്പോഴേ വരച്ച് തുടങ്ങാനാണ് ഞാൻ പറയുള്ളൂ. ഔട്ട്ലൈൻ ഇടാൻ നമുക്ക് അത്ര അധികം എഴുതാനുണ്ട്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് A4 ഷീറ്റ് ബണ്ടിലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ലോങ് സ്കെയിൽ വേണമല്ലോ വരയ്ക്കാൻ, ലോങ് സ്കെയിൽ. പിന്നെ മാർക്കേഴ്സ്, സ്കെച്ച് പെൻസ്, ക്രയോൺസ്, കളർ പെൻസിൽസ്. ക്രയോൺസും കളർ പെൻസിൽസും ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് പറയില്ല, മേ ബി ആവശ്യം വരാം, വേണമെങ്കിൽ ക്യാരി ചെയ്യാം. സ്റ്റിക്ക് പെൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ കോളേജിൽ ഞങ്ങൾക്ക് സ്റ്റിക്ക് പെൻ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഹെഡിങ് ഒക്കെ ചെയ്യാൻ സ്റ്റിക്ക് പെൻസ് യൂസ് ചെയ്യുക. ഞങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 3 കളേഴ്സാണ്, വയലറ്റ്, ബ്രൗൺ, ബ്ലാക്ക്. അതപ്പോൾ എക്സാമിനായിക്കോട്ടെ അസൈൻമെൻറ്റ്സും കേസ് സ്റ്റഡീസും ഒക്കെ എഴുതുമ്പോൾ ഞങ്ങൾ അതാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ മാർക്കേഴ്സ് അതിൽ മെയിനായിട്ട് ഗ്രീൻ, ബ്ലാക്ക്, ബ്ലൂ ഇതൊക്കെ ആയിരിക്കും ബെറ്റർ ഔട്ട്ലൈൻ കൊടുക്കാൻ. നല്ല കളേഴ്സൊക്കെ ബ്രൗൺ ആയാലും. പിന്നെ ഹെഡിങ് ഒക്കെ എഴുതാൻ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. പിന്നെന്ന് പറയുന്നത് കളർ ടേപ്പാണ്. എനിക്ക് ആക്ച്വലി ഇതിനെ പറ്റിയിട്ട് അറിവുണ്ടായിരുന്നില്ല. ഞാൻ കോളേജിൽ പോയപ്പോഴാണ് എനിക്കറിയില്ല വേറെ കോളേജിലുണ്ടോയെന്ന്. അപ്പോൾ ഞങ്ങൾ കളർ ടേപ്പ് യൂസ് ചെയ്യും. സ്റ്റേപ്ലർ അടിച്ച് കഴിഞ്ഞിട്ട് സ്റ്റേപ്ലറിൻ്റെ സൈഡിൽ ഞങ്ങൾ കളർ ടേപ്പ് വെച്ച് യൂസ് ചെയ്യാറുണ്ട്. പിന്നെയെന്ന് പറയുന്നത് സെലോ ടേപ്പ്. അത് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും, സെലോ ടേപ്പിന് ആവശ്യം എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ആവശ്യം വരും. പിന്നെ ഫയൽ ഒരു 4-5 ഫയൽ കൈ പിടിക്കായിരിക്കും നല്ലത്, കാരണം നമുക്ക് ഇതൊക്കെ എടുത്ത് വയ്ക്കണ്ടേ, അതിൻ്റെ ഒരു ഫയല്. പിന്നെ സ്റ്റിക്ക് ഫയൽസ് ആയാലും നല്ലതാണ്. പിന്നെയെന്ന് പറയുന്നത് ഒരു A4 സൈസ് നോട്ട്. അപ്പോൾ ഞാൻ കുറേ നോട്ട്സ് മേടിക്കാൻ പറയില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ എന്ന് പറയുമ്പോൾ അനാട്ടമി, ഫിസിയോളജി, സോഷ്യൽ സൈക്കോളജി നമുക്ക് വരണേ. അപ്പോൾ അനാട്ടമി ഫിസിയോളജി ഇപ്പോൾ ഒരു ബുക്കിൻ്റെ ബാക്കിലും ഫ്രണ്ടിലായിട്ട് എഴുതിയാൽ മതി. ഇപ്പോൾ സോഷ്യൽ സൈക്കോളജി ആയാലും ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും സബ്ജക്റ്റ് എഴുതാം. അപ്പോൾ അത് കുറേ നോട്ട്സ് ഞാൻ ചെയ്യാൻ പറയില്ല, ഒരു A4 സൈസിലുള്ളൊരു നോട്ട്ബുക്ക്. പിന്നെ അടുത്ത സംഭവമാണ് സ്റ്റാപ്ലറും സ്റ്റാപ്ലർ പിന്നും. പിന്നെ പഞ്ചിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് എഴുതാനുണ്ടാവും. നമുക്ക് സ്റ്റേപ്ലറിൽ നമുക്ക് അടിച്ചത് നോക്കാൻ പറ്റില്ല. അപ്പോൾ പഞ്ചിങ് മെഷീൻ വെച്ച് നമുക്ക് ത്രെഡ് വെച്ച് കെട്ടാം. അതെന്തായാലും നമ്മൾ കഴിഞ്ഞ് ഫയൽ കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും പഞ്ചിങ് മെഷീൻ വെച്ച് ത്രെഡ് തന്നെ വേണം. അപ്പോൾ ത്രെഡും പഞ്ചിങ് മെഷീനും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഹോസ്റ്റലേഴ്സ് ആണെങ്കിൽ സ്റ്റഡി ടേബിൾ. അപ്പോൾ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. കാരണം ഇപ്പോൾ ഹോസ്റ്റലിൽ ഇപ്പോൾ നമ്മൾ റൂമിലൊക്കെ ഇതാണെങ്കിൽ റൂമിൽ എങ്ങനെ പോലെ ഒരു 4 പേര് 5 പേരൊക്കെ ഉണ്ടാവും. എൻ്റെ അവിടെ 4-6 ബെഡ്സ് ഉള്ള റൂംസാണ് ഉള്ളത്. അപ്പോൾ അവിടെ 2 ടേബിളൊക്കെ ഉണ്ടാവുള്ളൂ റൂമിൽ. എൻ്റെ അവിടെ അങ്ങനെയാണ്. സോ എപ്പോഴും സ്റ്റഡി ടേബിൾ നല്ലൊരു ഓപ്ഷൻ, നമുക്ക് എഴുതാനൊക്കെ ഒരു ചെറിയൊരു ടേബിൾ. ഇപ്പോൾ അത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെയെന്ന് പറയുന്നത് റൈറ്റിംഗ് പാഡ്. അതെന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. കാരണം ഇപ്പോൾ നമ്മൾ ക്ലിനിക്കൽ ടൈമിൽ നമുക്ക് എക്സാംസ് വരും. പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ നമുക്ക് എഴുതണമെങ്കിൽ റൈറ്റിംഗ് പാഡ് ആവശ്യമുണ്ട്. അസൈൻമെൻറ്റ്സ് എല്ലാത്തിനും റൈറ്റിംഗ് പാഡ് ഒരു എന്തെങ്കിലും അത്യാവശ്യം നെസസറി ആയിട്ടുള്ളൊരു തിങ്ങാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്ലിനിക്കൽസിന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന സംഭവങ്ങളാണ്. ഒന്ന് പോക്കറ്റ് ഡയറി. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പേഷ്യൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എഴുതി വയ്ക്കാം. നമുക്ക് പോക്കറ്റ് ഡയറി യൂസ് ചെയ്യാം. പിന്നെ ടോർച്ച് വേണം, സിസേഴ്സ് വേണം, മെഷറിംഗ് ടേപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിൽ. പിന്നെ ഹാൻഡ് സാനിറ്റൈസർ നമുക്ക് എന്തായാലും മസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മൾ കുറേ പേഷ്യൻസിനെ കാണും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസർ വെച്ചിട്ട് യൂസ് ചെയ്യണം. പിന്നെയെന്ന് പറയുന്നത് സ്റ്റെത്താണ്. ഇപ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ സ്റ്റെത്ത് മേടിച്ച്, കോളേജുകാർ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അഡ്മിഷൻ്റെ ടൈമിലാകുമ്പോൾ അവർ പറയും. അപ്പോൾ അവർ തരാണെങ്കിൽ അത് മതി, ഇല്ലെങ്കിൽ നമുക്കത് സ്റ്റെത്ത് എന്തെങ്കിലും മേടിക്കണം. അതെന്തൊരു ആവശ്യമുണ്ട്. എന്തെങ്കിലും ഡ്യൂട്ടി സമയത്ത് നമ്മൾ പ്രാക്ടിക്കൽ എക്സാം വരുമ്പോൾ സ്റ്റെത്തിൻ്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ട് അവിടെ. പിന്നെയെന്ന് പറയുന്നത് വാച്ച് സെക്കൻഡ് സൂചിയുള്ള വാച്ച് വേണം ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിലിടാൻ. പിന്നെ നമ്മൾ എന്തെങ്കിലും പുട്ടപ്പ് കിട്ടും നമ്മൾ എന്തെങ്കിലും ഡ്യൂട്ടി സമയം നമ്മൾ പുട്ടപ്പ കേട്ടാൽ. അപ്പോൾ എന്തെങ്കിലും ഹെയർ നെറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നെയിൽ കട്ടർ എന്തെങ്കിലും കയ്യിൽ വെച്ചോ. കാരണം ഇപ്പോൾ പേഷ്യൻ്റ് സൈഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ നെയിൽ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പറയും. അപ്പോൾ നെയിൽ കട്ടർ എന്തെങ്കിലും നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ മാസ്ക് വേണമെങ്കിൽ മേടിച്ചാൽ മതി. കാരണം
മിക്ക ഹോസ്പിറ്റൽസിലും വാർഡ്സിൽ പോകുമ്പോൾ അവർ തരും, നമ്മളെന്തെങ്കിലും ഡ്യൂട്ടിക്ക് സമയത്ത് അവരെന്നെ തരുമായിരിക്കും. അപ്പോൾ ഞങ്ങളാണ് അവർ തരും മാസ്ക്. അപ്പോൾ മാസ്ക് വേണമെങ്കിൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നേഴ്സിംഗ് എന്തായാലും പോണവർക്കും എല്ലാവർക്കും നല്ലൊരു ഇപ്പോൾ നേഴ്സിംഗ് അഡ്മിഷൻ എടുത്തവർക്കും ഇപ്പോൾ അലോട്ട്മെൻറ്റ് കൊടുത്തിരിക്കണവർക്കും എന്തെങ്കിലും ഇത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതൊക്കെയാണ് ബേസിക് തിങ്സ്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴായാലും കോളേജ് പോകുമ്പോഴായാലും നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ A4 ഷീറ്റിൻ്റെ കാര്യത്തില്ല, A4 ഷീറ്റ് എന്തായാലും ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. നമുക്ക് ഔട്ട്ലൈൻ ഇട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ നേഴ്സിംഗ് എന്തായാലും ഫിക്സ് ചെയ്ത ആൾക്കാർ അഡ്മിഷനൊക്കെ എടുത്തിരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഇപ്പോൾ കിട്ടണ ഒരു വെറുതെ ഇരിക്കണ ഈ ടൈമിൽ വേണമെങ്കിൽ ഔട്ട്ലൈൻ ഇട്ട് വരച്ചോ. സോ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.